വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന പുതിയ SCERT ചാപ്റ്ററുകളിലൊന്നായിട്ടുള്ള 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിലാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിലെ ഒന്നായിട്ടുള്ള ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ ഇവയൊക്കെ കൂടിച്ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ് കുൻലുൻ, ടിയാൻഷാൻ, കാരക്കോറം, ഹിന്ദുക്കുഷ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ് കുൻലുൻ, ടിയാൻഷാൻ, കാരക്കോറം, ഹിന്ദുക്കുഷ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ. എന്താണ് മടക്കുപർവ്വതങ്ങൾ? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സും. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. 2400 കിലോമീറ്റർ ആണ് നീളം. വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങളെന്ന് അറിയപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ് നിരകൾ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ് നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, പട്കായിവും ത്രിപുര ഹിൽസ്. ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ്. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ നാഗ കുന്നുകൾ, മീസോ, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, പട്കായിവും ത്രിപുര ഹിൽസ്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയത്തെ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ട്രാൻസ് ഹിമാലയത്തിനുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന നിര ഏതാണ്? കാരക്കോറം നിര. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ 3 ചേർന്നതാണ് ഹിമാലയം. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വീതിയുണ്ട്.
ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നത് ഏതാണ്? സിവാലിക് നിരയാണ്. ഈ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയ എന്നാണ് വിളിക്കുന്നത്. ഔട്ടർ ഹിമാലയം ഏതാണ്? സിവാലിക് നിരയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതുകൊണ്ടാണ് സിവാലിക് നിരയെ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഹിമാചലാണ്. ലെസ്സർ ഹിമാലയം എന്നാണ് ഹിമാചൽ അറിയപ്പെടുന്നത്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാചലാണ്. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാചലിന്റെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നും ഹിമാദ്രി അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. ഹിമാദ്രിയുടെ വീതി എത്രയാണ്? 25 കിലോമീറ്റർ. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഏതു നിരയിലാണ്? ഹിമാദ്രിയിലാണ്. എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഹിമാലയത്തിന്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന പർവ്വതനിരകൾക്ക് ഉദാഹരണം ഏതാണ്? ഹിമാലയമാണ്. എന്തുകൊണ്ടാണ് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത്? ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണ് ഉള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. 3 തരത്തിലുള്ള ഫലക അതിരുകളാണ് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. എന്താണ് സംയോജക സീമ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസിമാറുന്ന അതിരുകളാണ് ഛേദക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസിമാറുന്ന അതിരുകളാണ് ഛേദക സീമ. സംയോജക സീമകളിൽ ശിലാമണ്ഡലങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കുപർവ്വതങ്ങൾ. ഇങ്ങനെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കുപർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപായ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ഏത് അർദ്ധഗോളത്തിലായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്ന ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അതേ തുടർന്നിട്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്.
എന്താണ് ഗിരികന്ധരങ്ങൾ? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അതായത് ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടൊഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് ഹിമാലയത്തെ വേർതിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഹിമാലയത്തിന്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളും നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളിയാണ് വേർതിരിക്കുന്ന നദികൾ. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ കാളി, ടീസ്തയാണ്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ടീസ്തയും ബ്രഹ്മപുത്രയും. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധു, കാളി നദികളാണ്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളി, ടീസ്റ്റ നദികളാണ്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റ, ബ്രഹ്മപുത്ര നദികളാണ്. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് 3ആയിട്ട് തരംതിരിക്കാം. ഗാഗര നദിയുടെ പോഷക നദിയാണ് കാളി നദി എന്ന് പറയുന്നത്. ഗാഗര നദിയുടെ പോഷക നദിയാണ് കാളി നദി. കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കാശ്മീർ ഹിമാലയം. ഈ കാശ്മീർ ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചൽ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചൽ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണ്. 8611 മീറ്ററാണ് മൗണ്ട് കെ2വിന്റെ ഉയരം. കാരക്കോറം നിരയിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, വോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിനും വോൾട്ടോരയും. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. സിന്ധു നദിയിലും അതിന്റെ പോഷക നദിയായിട്ടുള്ള രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഏതൊക്കെ ഹിമാനികളാണ്? സിയാച്ചിനും വോൾട്ടോരയും. സിന്ധു നദിയുടെ പോഷക നദികളാണ് രവി, ചലം, ചിനാബ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ചുരമേതാണ്? ബനിഹാൽ ചുരമാണ്. ഈ ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് എന്താണ്? സിയാച്ചിൻ ഹിമാനിയാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമായുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ധാൽ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകം ഏതാണ്? ധാൽ ആണ്. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഏത് തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ദാൽ ലേക്ക്. ദാൽ ലേക്ക് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്.
കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ദാൽ ലേക്ക്. ദാൽ തടാകത്തിലെ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. കാശ്മീർ ടൂറിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെട്ട മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. മർഗുകൾക്ക് ഉദാഹരണമാണ് സോൺമർഗും ഗുൽമർഗും. എന്താണ് ഹിമാചൽ ഹിമാലയം? പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗം ഏതാണ്? ഹിമാചൽ ഹിമാലയമാണ്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതാണ്? ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗളാധർ, പീർപാഞ്ചൽ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ധൗളാധർ, പീർപാഞ്ചൽ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന അനേകം ശുദ്ധജല തടാകങ്ങളിൽ രണ്ടെണ്ണമാണ് ചന്ദ്രതാലും സൂരജ് താലും. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ചാല ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചാല ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. ഇത് രണ്ടും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂടുനീരുറവകൾ കാണപ്പെടുന്നു. ചൂടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ? മഴവെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. അതിനുദാഹരണമാണ് നുബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ. ചൂടുനീരുറവകൾക്ക് ഉദാഹരണമാണ് നുബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ. ചൂടുനീരുറവകളിൽ നിന്നുമുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന് ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ. എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയം? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗം കുമവുൺ ഹിമാലയമെന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗം കുമവുൺ ഹിമാലയമെന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരമേറിയ കൊടുമുടികളാണ് നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും. ഇവ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകങ്ങളാണ് നൈനിതാലും ഭീംതാലും. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ദൂണുകൾ എന്ന് പറയുന്നത്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദെറാദൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദെറാദൂൺ ദൂണുകൾക്ക് പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ.
ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവ ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ്. ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നു. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ അറിയപ്പെടുന്നത് ബുഗ്യാൽ എന്നാണ്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ അവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. മൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും മധ്യ ഹിമാലയം അറിയപ്പെടുന്നു. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. കാരണം ഈ മേഖലയുടെ ഭൂരിഭാഗവും എവിടെയാണ്? നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. മധ്യ ഹിമാലയത്തിന്റെ ഇന്ത്യയിലുള്ള ഭാഗങ്ങളാണ് മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗ് പ്രദേശങ്ങളും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിൽ. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാഞ്ചൻജംഗ പർവ്വതം. അതേപോലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. അസം ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്നു. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അസം ഹിമാലയം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംചപർവ. അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംചപർവ. 7756 മീറ്ററാണ് നംചപർവയുടെ ഉയരം. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അസം ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡില, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവയാണ് അസം ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. ഇത് രണ്ടും അസം ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെ പൂർവാചൽ കുന്നുകളെന്ന് അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെ പൂർവാചൽ കുന്നുകളെന്നാണ് അറിയപ്പെടുന്നത്. പട്കായിബും, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവയാണ് പട്കായിബും, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചി, മൗസിൻഡ്യം. ഈ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവാചൽ കുന്നുകളിലാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇത്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾ എവിടെയാണ്? മേഘാലയ. കേബിൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനമാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്കിലാണ്. ലോക്തക്ക് എവിടെയാണ്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലോക്തക്കിലാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംടി. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംടി എന്ന് പറയുന്നത്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനതായ ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ എന്ത് ലഭിക്കുന്നുണ്ട്? മഞ്ഞുവീഴ്ചയും ലഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയുടെ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്കുവ്യൂഹം സൃഷ്ടിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്കുവ്യൂഹം. മഴയിൽ നിന്നും മഞ്ഞുരുകിയ ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഹിമാലയൻ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. എന്താണ് വെള്ളച്ചാട്ടം? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായിട്ട് അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണം. വിരൂപ താഴ്വര.
നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചെരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വിരൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്താൽ ചെരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വിരൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് ഹിമാലയൻ നദികളെക്കുറിച്ച് പഠിക്കാം. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കു വ്യൂഹം. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കു വ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാംഗ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായ ദിബാംഗ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയുടെ മണ്ണിനെ കുറിച്ചാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് പർവ്വത മണ്ണും വനമണ്ണും. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലായിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് കരേവാസ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരേവാസ്. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയുടെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാനായിട്ട് പറ്റും. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചെരിവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളും കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപിക വൃക്ഷങ്ങൾ പർവ്വതച്ചെരിവുകളിൽ കൂടുതലായിട്ട് വളരുന്നു. പർവ്വതച്ചെരിവുകളിൽ കൂടുതലായിട്ട് വളരുന്ന സ്തൂപിക വൃക്ഷങ്ങളാണ് പൈൻ, ദേവദാരു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണപ്പെടുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയിലെ വന്യജീവി സമ്പത്തിനെ കുറിച്ചാണ്.
സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവവർഗങ്ങളുടെ തനത് ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങളാണിത്. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഡച്ചിഗാമുണ്ട്, ജമ്മു കാശ്മീരാണ് സ്ഥിതി ചെയ്യുന്നത്. ഹെമിസ് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിബ്രു സൈഖോവ അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസിരംഗ അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനസ് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയുടെ കൃഷിയെക്കുറിച്ചാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. ഉത്തരപർവ്വത മേഖലയിൽ കൃഷി താരതമ്യേന കുറവാവാൻ കാരണമായിട്ടുള്ള പ്രതികൂല ഘടകങ്ങളാണ് ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകളിൽ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയിൽ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങൊക്കെ. വസന്തകാലത്ത് കൃഷി ചെയ്യുന്നതാണ് ഗോതമ്പും മിതോഷ്ണ പഴവർഗ്ഗങ്ങളും. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷികൾ പിന്തുടരുന്നവരാണ്. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയിലെ മൃഗപരിപാലനത്തെക്കുറിച്ചാണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമമനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ ആടു, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. താഴ്വാരങ്ങളിൽ ആടു, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വതമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അടുത്ത പോയിന്റ് ഉത്തരപർവ്വത മേഖലയുടെ ടൂറിസത്തെക്കുറിച്ചാണ്. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാന മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങി സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. പർവ്വതങ്ങൾ
പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ടെൻസിംഗ് നോർഗയുടെ വാക്കുകളാണ്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.